உன்ன கண்டன் துண்டமா வெட்டிடுவேன். போய் வெண்டக்கா வெட்டி കൗണ്ടർക്ക് സാമ്പാർ വെച്ച് കൊടുപ്പടാ. താൻ എന്തിനാ ഈ ബുദ്ധിമോശം കാണിക്കാൻ പോയി? ബുദ്ധിമോശോ? കാണാൻ കൊള്ളാവുന്നൊരു പെൺകുട്ടി സ്നേഹിച്ചു വന്ന് വിളിച്ചപ്പോ ഒന്ന് നാട് വിടാൻ തോന്നിയ ബുദ്ധിമോശ? ഞാനും ഒരു അര കൗണ്ടറിലെ കൂട്ടുന്നേരെ. ഒരു പപ്പടം കിട്ടാൻ വല്ല വഴിയുണ്ടാവോ? ഞാനതങ്ങ് മറന്നുപോയി. ഇത് നിന്റെ അവസാനത്തെ അത്താഴാവും. അതും എന്റെ കൈ കൊണ്ട് തന്നെ വേണമെന്നാവും ഈശ്വരനിശ്ചയ. എന്റെ ദേഹത്ത് ആരെങ്കിലും കൈവച്ച ഒരുത്തിന്റെങ്കിലും കൈ വെട്ടിയിട്ട് ഞാൻ അതിന് നിന്നു കൊടുക്കൂ. ആ തറവാടത്തെ ഞാൻ എന്തായാലും കാണിക്കും. കുട്ടനാര് പേടിക്കണ്ട. ഒരു താലി കെട്ടിക്കഴിഞ്ഞ് അന്നത്തെ സൂര്യൻ അസ്തമിച്ച നമ്മുടെ നാട്ടിൽ ആദ്യരാത്രിയായി. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സൂര്യൻ അസ്തമിച്ച പിന്നെ പകല? അത് ഇവരുടെ കൂട്ടത്തിലൊരു ചടങ്ങാണെന്നേ. ഇവിടെ ആദ്യ രാത്രിക്ക് ഒരു മുഹൂർത്തമുണ്ട്. അതാണ് ശാന്തി മുഹൂർത്തം. അതെപ്പോഴാ? അത് തന്നെ തലയെഴുത്ത് പോലിരിക്കും. സത്യം പറയല്ലേ കുട്ടനാരെ, ശാന്തി മുഹൂർത്തമൊക്കെ ആസ്വദിക്കണമെങ്കിൽ മനസ്സിനൊരു ശാന്തി വേണം. ഞാനിപ്പോ എന്താ ചെയ്യാ? ആ കൗണ്ടർ നിനക്കൊരു വീട് തരുമെന്നല്ലേ പറഞ്ഞ്? ശാന്തിയോടെ താമസിക്കേ. അതിലും നല്ല അതിനകത്ത് ശാന്തിയോടെ തൂങ്ങുന്നതാ. കുട്ടനായരന്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. മൂപ്പര് ഇതിലും വലിയ കൗണ്ടറാ. അത് കൗണ്ടറല്ല, ആറ്റം ബോംബാ. ഇത്ര പാരവശ്യം നീ താനെന്തോ അർദ്ധരാത്രി അവള് കൊണ്ടു കുതിരവണ്ടി കയറി ഒരു ആവേശത്തിന്റെ പുറത്ത് കയറിപ്പോയതാ. ഇപ്പൊ എനിക്ക് ഭയം തോന്നുന്നു. എന്നാലെ കൗണ്ടർ ഇത്ര പെട്ടെന്ന് എടുത്തു ചാടണ്ടായിരുന്നു. ഈ സംഭവം ഞാൻ എന്റെ വീട്ടിലറിഞ്ഞ് അവരെന്നെ വെട്ടിക്കൊല്ലും. സത്യത്തിൽ എനിക്ക് പേടിയാവുന്നു കുട്ടനായരെ. ഞാനിപ്പോ വീഴും. നീ എല്ലാം മുരുകന് വിട്ടോട്, അവൻ വഴി കാണിച്ചു തരും. ഹരി ഹരി, തനിക്ക് ഭാഗ്യം തെളിഞ്ഞോ മാപ്പിളെ? താലി കെട്ടിക്കഴിഞ്ഞ് പെണ്ണ് വീട്ടിലെത്തിയതും ഉനക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നിരിക്കും. എങ്ങോട്ടാ? ഹരിയുടെ നാട്ടിലേക്ക്. എന്താ എന്താ അയ്യോ എന്താ? എന്ത് പറ്റി? എന്ത് പറ്റി? ഒന്നുമില്ല. സന്തോഷം വരുമ്പോ എനിക്കിങ്ങനെയാ. ഞാനങ്ങ് പേടിച്ചു. അച്ഛാ, ഗോപികൃഷ്ണ, കണ്ണപ്പമ്മാവ വന്നിരിക്കണോ വന്നിരിക്കണോ, എഴുത്ത് വന്നിരിക്കണോ. കലക്കാതെ കാര്യം പറ. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. ഹരീഷ്ണ വരുന്നുണ്ട്. അവൻ ഇങ്ങോട്ട് മാറ്റം കിട്ടിയത്രേ. അതേതായാലും നന്നായി. അല്ലെങ്കിലും അവന് നമ്മളെ പിരിഞ്ഞിരിക്കാൻ പ്രയാസമച്ചപ്പി. അമ്മയുടെ അസുഖം എങ്ങനെയുണ്ട്? മറുപടി വൈകിയത് എനിക്ക് അസുഖവും ഒക്കെ ആയിരുന്നു. എപ്പോഴാ കണ്ണപ്പ അവൻ വരുന്നത്? അത് തന്നെയാ ഞാനും തപ്പുന്നത്. അവനതിൽ എഴുതിയ തീയതി കുളത്തിൽ വീണ് പോയെന്നാ തോന്നുന്ന മച്ചമ്പി. അയ്യോ, നിന്നോട് ആര് പറഞ്ഞത് നനയ്ക്കാൻ? അവൻ വരുന്നു എന്നറിഞ്ഞപ്പം, അല്ല ആ വീട്ടുവേലയ്ക്ക് അമ്മയെ സഹായിക്കാൻ ഒരാളെ കൊണ്ടുവരുന്നു എന്നറിഞ്ഞപ്പോ ഉണ്ടായ ആവേശത്തിൽ ഞാൻ ചാടിപ്പോയതാണ് അച്ഛാ. വന്നതൊന്നും പോരാഞ്ഞിട്ട് ഇനിയിപ്പൊ അവൻ ആരെയാണോ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? ആണോ പെണ്ണോ? അതേ ഉള്ളൂ ഇപ്പൊ ഒരു മാർഗം. അവിടെ അമ്മയ്ക്ക് അകത്തൊരാളെ ആവശ്യമാണ്. ഈ പവിഴത്തെ ആ വേഷത്തിൽ കൊണ്ടുപോകും. പിന്നെ വരുന്നൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമായി കരുതി സമാധാനിക്കാം. എന്റെ തല കറങ്ങുന്നല്ലോ കുട്ടനായരെ. തന്റെ തലയല്ലേ കറങ്ങുള്ളൂ. എനിക്കിത് കേട്ടിട്ട് എന്റെ ദേഹം മുഴുവൻ കറങ്ങും. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. അച്ചപ്പി ഞാനോട് തല്ലാൻ ഇതിലെന്നല്ല നമ്മൾ ആത്മഹത്യ ചെയ്തത്. അച്ഛൻ മാറി നിൽക്ക്. ഇവരുടെ കാര്യം ഞാൻ ഏറ്റു. അതുങ്ങളെ തല്ലിയ ചത്തുപോന്ന് പറയടാ. ചത്താക്കാരി അവര് നോക്കിക്കോളും. അമ്മയിൽ ഇടപെടണ്ട. ഹരീഷ, നെഞ്ചിടിക്കണു. പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഹരീഷ്ണം വന്നു. അമ്മ ഹരീഷ്ണം വന്നു. മോനെ, എന്തായിരുന്നു ഇവിടെ ബഹളം? ഞാനാകെ പേടിച്ചുപോയി. കള്ളത്തരം കാണിക്കുന്നവരോട് ഒരിക്കൽ ക്ഷമിച്ചാൽ അവൻ 10 തവണ വീണ്ടും കെക്കും. ഇത്തവണ യുവമാരെ കെട്ട തേങ്ങയല്ല, നല്ല അസല തെങ്ങുണ്ടയ്യ. ഒരൊറ്റ കള്ളനോടും ഒരു കാലത്തും ഈ വീട്ടിലുള്ള ഒരാളും ക്ഷമിക്കുകയല്ല. ഇപ്പൊ നല്ലവണ്ണം പഠിച്ചല്ലോ. നീ വരുന്ന വഴിയാണോടാ? അതെ, അമ്മയ്ക്ക് സഹായത്തിന് ഒരു പെൺകുട്ടിയെ കൊണ്ടിരുന്ന കാര്യം ഞാൻ എഴുതിയിരുന്നില്ലേ? അവളും അച്ഛനും എന്റെ ഒപ്പം വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ? എനിക്ക് തോന്നുന്നില്ല. ഏ? ലക്ഷണം കൊണ്ട് നല്ലതാ മച്ചമ്പി. ഇവൻ അന്യനാട്ടിൽ താമസിച്ചു വന്നതല്ലേ. ഐശ്വര്യം പോയിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. നിന്റെ പേരെന്താ പെണ്ണേ? പവിഴം.
നീ എന്ത് ജാതിയാ? അല്ല, മലയാളത്തിൽ പറഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അല്ല, പഠിക്കാനുള്ള തയ്യാറെടുപ്പ് അങ്ങനെ. ഞാൻ കണ്ണപ്പൻ, ഹരികൃഷ്ണന്റെ അമ്മാവനാണ്. അവൻ ജയകൃഷ്ണൻ, ഇവൻ ഗോപികൃഷ്ണൻ. ഞാനിവിടുത്തെ കാര്യസ്ഥൻ. ഹരിയുടെ അച്ഛനമ്മയൊക്കെ മനസ്സിലായല്ലോ. ആരായാലും എന്താ, അവർക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തോടാ കൊശവാദിനൊക്കെ. കുട്ടിയുടെ അച്ഛനാണല്ലേ? എന്താ പേര്? എൻ പേര് ദുരൈസ്വാമി. ആ. എനിക്ക് കൊഞ്ചം മലയാളം അരിയും. ഓ, എടാ ഗോപി, ഈ കർപ്പൂരം ഒന്ന് കത്തിച്ചേടാ. പല സ്ഥലത്തും പോയി പലതും സംഭവിച്ചിട്ടല്ലേ എന്റെ മോൻ വന്നിരിക്കുന്നത്. സകല ദൃഷ്ടിദോഷങ്ങളും എന്റെ മോനീന്ന് പോട്ടെ. ഏ, നീ എന്താ നീങ്ങി നിന്നത്? അല്ല, അവിടെ നിന്ന കാറ്റുകൊണ്ട് കർപ്പൂരം കേടും, അതുകൊണ്ടാ. കുട്ടിയെ അകത്തേക്ക് പൊയ്ക്കോളൂ. கடவுளே, நிறைய தண்ணி இருக்கே. ഇങ്ങ ഒരു മാസം എത്ര തിരുടകളെ പിടിക്കും? എന്താ? இல்ல, இந்த திருடர்களுടെ എണ്ണം கிடைச்சா தேங்காயோட எண்ணம் கிடைக்குமே. ஹரி சொல்லிருக்கு எல்லா அப்பாவோட ஐஸ்வர்யம் தான். ஹரி மேல நம்பிக்கை உள்ளனால தான் அவளை இந்த குடும்பத்துக்கு அனுப்பி வச்சது. நீங்க பெரிய மனுஷன், എല്ലാം പാത്തുക്കണം. അവർ ரொம்ப പാവം. ഏറ്റു. എന്താ പേര് പറഞ്ഞത്? പവിഴം. അതല്ല, നിന്റെ പേര്? എന്റെ പേര് ദുരൈസ്വാമി. ആ, എന്ത് സ്വാമി ആയാലും അവിടെ കാര്യം ഞാൻ ഗവനിച്ചോളാം. എന്താ പോരെ? മതി. ഹരി ശമ്പളത്തെ പറ്റി വല്ലതും സംസാരിച്ചോ? അതെല്ലാം അപ്പാവും അമ്മാവും അണ്ണനും താനേ പേശണം. ആ, സകല ചെലവും കഴിഞ്ഞ് 100 റുപ്യ തരും. ഇതാ മതിയോ? ഞാൻ എന്നാ ചൊല്ലരുത്, ഇപ്പൊ സാധനങ്ങളുടെ വിലയെല്ലാം തരികയില്ലേ? അറിയില്ല. അറിയാനായി ഞാനൊന്നും വാങ്ങാറില്ല. ഒക്കെ ഇവിടെ കൃഷിയാ. അപ്പോ അലക്കാനും കുളിക്കാനും സോപ്പ്, പാം ഓയില്, മണ്ണെണ്ണ എല്ലാം കൃഷിയാ? ഒന്നും വാങ്ങരുതില്ല? ഒന്നും വാങ്ങാറില്ല, ഒക്കെ കൃഷിയാ. ഇതാ ഈ കോണം വരെ. എന്താ? இதுதான் അമ്പലത്തരം. എനിക്ക് സന്തോഷാச்சு. എന്താ പ്രശ്നം கிடையாது. അപ്പൊ ഞാൻ പുറപ്പെട്ടുമാ? പുറപ്പെടാൻ വരട്ടെ. അതിനു മുമ്പ് ഇത്തിരി ഊണ് കഴിക്കുക. ഒരു ഉഷാറ് വരും. മുറ്റമടിക്കുന്നതിൽ ഒരു തമിഴ് സ്റ്റൈലുണ്ട്. എവിടെ ശരിയായ നാട്? മലയാളം ഒട്ടും അറിയില്ല. വന്ന ആദ്യ ദിവസമല്ലേ, ലീവ് എടുക്കായിരുന്നില്ലേ? അയ്യോ അമ്മ, അമ്മ ഭാഷ പോലും അറിയാത്തൊരു പാവം പെൺകുട്ടി. വന്ന ആദ്യ ദിവസം തന്നെ ചൂലെടുത്ത് കൈ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അമ്മേ? നേരാ നീ പറഞ്ഞത്. ആ. ഇത്രയധികം മനുഷ്യസ്നേഹമുള്ള ഒരു മോനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അമ്മേ, ഇങ്ങതാ പെണ്ണെ, അങ്ങോട്ട്. എന്താ നീ തന്നെ അങ്ങ് അടിച്ചു വാര. അടിച്ചു വാരടാ. അമ്മേ, നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോടി. எங்க குஞ்சுலட்சுமி? എന്റെ അമ്മേ, കുഞ്ഞുലക്ഷ്മി കറക്കാൻ വന്നതാ. ഇത് കുത്തും. ഇതിനെ പതിവായിട്ട് കറക്കുന്നതേ ഞാനാ. ആ വെള്ളം ഇങ്ങ അറിയ. ഇനി ആ വെള്ളം ഇങ്ങ അറിയ. ഈ കുഞ്ഞുലക്ഷ്മി ഇത്തിരി കുഴപ്പക്കാരിയാ. ഭാഷ മാറി കറന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ആ, അവിടെ നിൽക്കേ. ഞാൻ ഇവിടുത്തെ കാര്യസ്ഥൻ, നിങ്ങൾ ഇവിടുത്തെ കാര്യസ്ഥൻ. നമ്മൾ ഒരുമിച്ചൊരു പശുവിനെ കറന്നെന്ന് വിചാരിച്ച് ആരും ഒന്നും പറയാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതാ കറന്നൂടെ?